ഹരി ഓം. എല്ലാ സഹോദരി സഹോദരന്മാർക്കും വിശ്വകുടും എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് വിഷ്ണു യോഗയുടെ 21ാമത്തെ പാഠമാണ് നമ്മൾ പഠിക്കുന്നത്. അതേസമയം ജ്ഞാനയോഗയുടെ 5ാമത്തെ പാഠവുമാണ്. ഇന്നലെ നമ്മൾ ദ്രവ്യത്തിന്റെ 3 രൂപങ്ങളായ ഖരം, ദ്രവം, വാതകം എന്നിവയെക്കുറിച്ച് പഠിച്ചു. അതോടൊപ്പം തന്നെ ദൈവത്തിന്റെ 3 രൂപങ്ങളെക്കുറിച്ചും പഠിച്ചു. ദൈവത്തിന്റെ 3 രൂപങ്ങൾ പലതായി വിഭജിച്ചിരിക്കുന്നു. അതിൽ 6 നമ്മൾ ഇന്നലെ പഠിച്ചു. അതിനകത്ത് ഒരെണ്ണം കൂടെ ബാക്കി ഉണ്ടായിരുന്നു. അത് ഇന്ന് ഞാൻ ചേർക്കുകയാണ്. ആ 7 രൂപങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ജനനം, ജീവിതം, മരണം. രണ്ടാമത്തെ ദ്രവം, ഖരം, വാതകം. 3 സാത്വികൻ, രാജസം, താമസം. 4 സൃഷ്ടി, സ്ഥിതി, സംഹാരം. 5 വിഷ്ണു, ബ്രഹ്മ, മഹേശ്വരൻ. 6 പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഏഴാമത്തേത് മാതാവ്, പുത്രി, പരാശക്തി. അപ്പൊ ഇതെല്ലാം ഏകനായ ഊർജമായ ഭഗവാൻ നാരായണന്റെ ഭിന്ന ഭിന്ന രൂപങ്ങളാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ചാണ്. പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് പ്രപഞ്ചത്തിലെ 2 തരം ഊർജങ്ങളെക്കുറിച്ച് പഠിക്കാം. ഒന്ന് ബ്ലാക്ക് എനർജിയാണ്, മറ്റേത് വൈറ്റ് എനർജിയാണ്. ഈ ബ്ലാക്ക് എനർജിയെ കുറിച്ച് ആസ്ട്രോഫിസിക്സിൽ പറയുന്നുണ്ട്. പ്രപഞ്ചത്തിലെ സർവ്വ ചരാചരങ്ങളും ഈ ബ്ലാക്ക് എനർജിയിൽ നിന്നും, ബ്ലാക്ക് മാറ്ററിൽ നിന്നുമാണ് ഉണ്ടായിരിക്കുന്നത്. ബ്ലാക്ക് എനർജിയെ ശ്യാമോർജം എന്ന് പറയുന്നു. ശ്യാമോർജം എന്ന് പറഞ്ഞാൽ കൃഷ്ണോർജം എന്നാണ്. അപ്പം ബ്ലാക്ക് എനർജി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വൈറ്റ് എനർജി ഉണ്ടാകും. വൈറ്റ് എനർജിയെ നമ്മൾ ശ്വേതോർജം എന്ന് പറയുന്നു, അതല്ലെങ്കിൽ രാധയോർജം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഒന്ന് പുരുഷന്, ഒന്ന് സ്ത്രീയെ, ഒന്ന് ജീവന്, മറ്റൊന്ന് പ്രകൃതി, ഒന്ന് ആത്മാവ്, മറ്റൊന്ന് ശരീരം. അപ്പൊ ഈ രണ്ടും ഇല്ലാതെ ഈ ലോകത്ത് ഒന്നും നടക്കത്തില്ല. ഏതൊരു സൃഷ്ടി നടക്കണമെങ്കിൽ 2 തരം ഊർജ്ജം വേണം. ഒരു മെയിൽ ഊർജ്ജവും ഫീമെയിൽ ഊർജ്ജം. അതാണ് ബ്ലാക്ക് എനർജിയും വൈറ്റ് എനർജിയും. അപ്പം നമ്മൾ സയൻസിൽ പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച് പഠിച്ചിരിക്കുന്ന തിയറിയാണ് ബിഗ് ബാങ് തിയറി. അതായത് വിസ്ഫോടനത്തിലൂടെയാണ് ഈ പ്രപഞ്ചം ജനിച്ചതെന്നാണ് സയൻസ് പറയുന്നത്. ഇത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. ഇതിനകത്ത് എനിക്ക് സ്വീകരിക്കാൻ പറ്റാത്ത ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ മഹാവിസ്ഫോടനം. കാരണം ഒരു ജനനം നടക്കുന്ന സമയത്ത് വിസ്ഫോടനം ഒരിക്കലും ഉണ്ടാവില്ല. സ്ഫോടനത്തോടു കൂടിയല്ല ഒരു കുട്ടിയും ജനിക്കുന്നത്, ഒരു വസ്തുവും ജനിക്കുന്ന സ്ഫോടനത്തോടു കൂടിയല്ല. അപ്പൊ ഇവിടെ ഒരു ക്ലാഷ് വരുന്നുണ്ട്. ബാക്കി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ആത്മീയശാസ്ത്രത്തിലെ കാര്യങ്ങളുമായിട്ട് ഏകദേശം യോജിച്ചു പോകുന്നവയാണ്. ഇനി ആത്മീയശാസ്ത്രപരമായിട്ട് പ്രപഞ്ചം എങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്? പ്രപഞ്ചത്തിന്റെ സൃഷ്ടി നടക്കുന്നതിന് മുൻപ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്, ഈശ്വരൻ എന്ന് പറയുന്ന ഒരു മുട്ടയുടെ ആകൃതിയിലാണ്, ഒരു അണ്ടത്തിന്റെ ആകൃതിയിലാണ്, അണ്ടാകൃതിയിലാണ് ഈശ്വരൻ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ശ്യാമ ഊർജ്ജവും ശ്വേത ഊർജ്ജവും, അതായത് ബ്ലാക്ക് എനർജി, വൈറ്റ് എനർജി ഇരിക്കുന്നത് ഒരു അണ്ടത്തിന്റെ രൂപത്തിലാണ്. ഈ അണ്ടത്തിനെയാണ് നമ്മൾ ബ്രഹ്മാണ്ടം എന്ന് പറയുന്നത്. ഇതിനെ ഹിരണ്യഗർഭം എന്നും പറയുന്നു. ഈ ഭൂമിയിലെ പല പല വസ്തുക്കൾ നമ്മൾ എടുത്താൽ പല വിത്തുകളും, നമ്മുടെ കോശങ്ങള്, അതുപോലെ നമ്മുടെ എന്താ പറയുക, ഭൂമിയുടെ ആകൃതിയെ, ഗ്രഹങ്ങളുടെ ആകൃതി, മറ്റ് അതായത് ഒരു ഗർഭപാത്രത്തിന്റെ ആകൃതി, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന എന്തെല്ലാം വിത്തുകളൊക്കെ നമ്മൾ കാണുന്നു, ഇതെല്ലാം ഒരു അണ്ടാകൃതിയിലാണ്. അതുപോലെ തന്നെ ഭൂമി സഞ്ചരിക്കുന്ന ഭ്രമണപഥം അത് അണ്ടാകൃതിയിലാണ്, മറ്റ് ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന ഭ്രമണപഥം അണ്ടാകൃതിയിലാണ്. ഇതിനെല്ലാം അണ്ടാകൃതി കിട്ടാൻ കാരണം ഈ പ്രപഞ്ചത്തിന്റെ, അതായത് ബ്രഹ്മത്തിന്റെ ഷേപ്പ്, അതായത് പ്രപഞ്ചത്തിന് ജനിക്കുന്നതിന് മുമ്പ് ബ്രഹ്മം എന്ന് പറയുന്നത് അണ്ടാകൃതിയിലായിരുന്നു ഇരുന്നത്. അതിലാണ് ഈശ്വരൻ ഉള്ളത്, അതിലാണ് ജീവനും ശരീരവും ഇരിക്കുന്നത്. അപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ ആകൃതി അനുസരിച്ചാണ് എല്ലാ വസ്തുക്കൾക്കും ഈ അണ്ടാകൃതി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യം, അതല്ലെങ്കിൽ പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച് പഠിക്കാൻ 3 എക്സാമ്പിൾ മുന്നേ വെച്ചിട്ടുണ്ട്. ഒന്നൊരു കോഴിമുട്ടയാണ്, അതായത് മെയിലും ഫീമെയിലും ചേർന്ന ഒരു കോഴിമുട്ട, അത് മാത്രമേ വിരിയുകയുള്ളൂ എന്ന് നമുക്കറിയാം. മറ്റൊന്ന് ആനമുട്ടയാണ്. ആനമുട്ട എന്ന് ഉദ്ദേശിക്കുന്നത് ആനയുടെ പുരുഷനും സ്ത്രീ, അതായത് കൊമ്പനാനയും പിടിയാനയും ലൈംഗിക ബന്ധം ഏർപ്പെട്ടതിന് ശേഷം ഉണ്ടായിരിക്കുന്ന ആ ശിശുവിന്റെ ആദ്യ മൊമെന്റിലെ രൂപമാണ് സൈഗോട്ട്, അതായത് സിക്താണ്ഡം. ആ ഒരു ഏക കോശത്തിനെയാണ് ഇവിടെ ഞാൻ ആനമുട്ട എന്ന് ഉദ്ദേശിക്കുന്നത്. അത് മെയിലും ഫീമെയിലും ചേർന്ന ഒരു മുട്ട തന്നെയാണ്. പിന്നെ അടുത്തത് ബ്രഹ്മാണ്ടമാണ്. ബ്രഹ്മം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ മുട്ട. അപ്പൊ 3 മുട്ടകൾ നമ്മുടെ മുന്നിലുണ്ട്: കോഴിമുട്ട, ആനമുട്ട, ബ്രഹ്മമുട്ട. കോഴിമുട്ടയിൽ നമുക്കറിയാം അത് ഒന്നായിരിക്കുന്നു, വെളുത്ത കളറിലിരിക്കുന്നു. പക്ഷെ അത് പൊട്ടിച്ച് നോക്കിയാൽ നമുക്ക് 2 ഭാഗങ്ങൾ കാണാം. ഈ ഒരു യെല്ലോ പാർട്ടും ഒരു വൈറ്റ് പാർട്ടും. ആ യെല്ലോ പാർട്ട് എന്ന് പറയുന്നത് അതാണ് ബ്ലാക്ക് എനർജി, ശ്യാമോർജ്ജം ഇരിക്കുന്നത്, അതായത് ജീവൻ ഇരിക്കുന്ന യെല്ലോ പാർട്ടിലാണ്. പിന്നെ ഈ വൈറ്റ് പാർട്ടില് ശ്വേത ഊർജം, അതാ ഫീമെയിൽ എനർജി ഇരിക്കുന്നു. അപ്പൊ ഈ വൈറ്റ് എനർജിയും ബ്ലാക്ക് എനർജിയും, അതായത് ശ്യാമോർജവും ശ്വേതോർജത്തിന്റെയും നിരന്തരമായ സംഗമം കൊണ്ട് അതിങ്ങനെ പ്രവർത്തിച്ചിട്ട് 22 ദിവസം കൊണ്ട് ഒരു കോഴിക്കുഞ്ഞ് ജനിക്കുന്നു. ആ കോഴിക്കുഞ്ഞിന് വളരാൻ ആവശ്യമായ സകല സാധനങ്ങളും ആ മുട്ടയിലുണ്ട്. വായുവുണ്ട്, ജലമുണ്ട്,
പിന്നെ ഭക്ഷണ പദാർത്ഥങ്ങളുടെ അംശങ്ങൾ, പ്രോട്ടീന്, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, അങ്ങനെ വേണ്ടുന്ന എല്ലാം അതിനുള്ളിലുണ്ട്. പിന്നെ നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്ന ചൂട് മാത്രം കൊടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ പഞ്ചഭൂതങ്ങൾ അഞ്ചും അതുപോലെ ജീവനും എല്ലാം ചേർന്നാണ് ഒരു കോഴിമുട്ട. അപ്പോൾ ഒരു കോഴിമുട്ടയിൽ നിന്ന് ഒരു കോഴിക്കുഞ്ഞ് ജനിക്കാൻ എടുക്കുന്ന 22 ദിവസമാണ്. ഇതേ പ്രോസസ്സാണ് ഒരു ആനമുട്ടയിൽ നടക്കുന്നത്. അതിനകത്തും ന്യൂക്ലിയസ് ഉണ്ട്, അല്ലെങ്കിൽ ഈ മഞ്ഞ ഭാഗം അത് ന്യൂക്ലിയസ്, അതുപോലെ വൈറ്റ് എനർജി, ബ്ലാക്ക് എനർജി, ശാമോർജം, ശ്വേതോർജം, പുരുഷൻ പ്രകൃതി, അല്ലെ ജീവന, ശരീരം, ഇതെല്ലാം പരസ്പരം പ്രവർത്തിച്ച് 22 മാസം കൊണ്ടാണ് ഒരു ആനക്കുട്ടി ജനിക്കുന്നത്. അപ്പം കോഴിക്കുഞ്ഞ് ജനിക്കുക 22 ദിവസം, ഒരു ആനക്കുട്ടി ജനിക്കാൻ 22 മാസങ്ങൾ. അപ്പോൾ രണ്ടിലും നടക്കുന്ന ഒരേ പ്രവൃത്തിയാണ്, രണ്ടിലും ഇരിക്കുന്ന ഒരേ ഊർജ്ജമാണ്, ഒരു മെയിൽ ഊർജ്ജം ഒരു ഫീമെയിൽ ഊർജ്ജം. അതുതന്നെയാണ് ജീവനും ശരീരവുമായി മാറുന്നത്. ഇതേ പ്രോസസ്സാണ് ബ്രഹ്മ മുട്ടയിൽ നടക്കുന്നത്. പക്ഷെ ബ്രഹ്മം ജനിക്കാൻ വേണ്ടുന്നത് 432 കോടി വർഷങ്ങളാണ്. ഇപ്പൊ ബ്രഹ്മത്തിൽ ഇതുപോലെ തന്നെ ഒരു ന്യൂക്ലിയസ് ഉണ്ട്, അവിടെ ബ്ലാക്ക് എനർജി ഉണ്ട്, ശാമോർജം ഉണ്ട്, അതിന് ചുറ്റിനും ഒരു വൈറ്റ് എനർജി ഉണ്ട്, അതിൽ ശ്വേതോർജമുണ്ട്. ഈ ബ്രഹ്മം എന്ന് പറഞ്ഞ മുട്ടയ്ക്കകത്ത് ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം വസ്തുണ്ട്, A to Z, അതായത് മണ്ണ് തൊട്ട് വിണ്ണ് വരെയുള്ള, അതായത് പഞ്ചഭൂതങ്ങൾ 5ഉം, അത് പിന്നെ കൂടാതെ എത്ര ജീവജാലങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ടോ, അമീബ മുതൽ ആനയും തിമിംഗലവും വരെ, മനുഷ്യനും, സകല ജീവജാലങ്ങൾ, എത്ര ജീവജാലങ്ങളുണ്ട് അതിൻ്റെ എല്ലാം ജീവകണങ്ങൾ ആത്മാവായി ഊർജമായിട്ട് ഈ മുട്ടയിൽ ഇരിപ്പുണ്ട്. അതായത് ബ്രഹ്മാണ്ടത്തിൽ ഇതെല്ലാം ഉണ്ട്. ബ്രഹ്മാണ്ടം ആദ്യം ഇരിക്കുന്ന അവസ്ഥയിൽ അത് വളരെ ചൂടുള്ള ആണ്, കാരണം ഇതെല്ലാം ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്, വളരെ ചൂട് കൂടിയ ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ് ഇതെല്ലാം ഇരിക്കുന്നത്. അപ്പം ഈ 432 കോടി വർഷം കൊണ്ട് ഇത് പതുക്കെ തണുത്ത് വരികയും അതിനകത്തുനിന്ന് പഞ്ചഭൂതങ്ങൾ വേർപെടുകയും പിന്നീട് ജലം ഉണ്ടായി, ജലത്തിൽ നിന്ന് ഭൂമി ഉണ്ടായി. നമുക്കറിയാം ഭൂമിയുടെ 4/3 ഭാഗവും ജലമാണ്, ഒരു ഭാഗം മാത്രമേ കരയുള്ളൂ. ഈ ഭൂമി ജനിച്ചിരിക്കുന്ന വെള്ളത്തിൽ നിന്നാണ്. ഭൂമി എന്നല്ല, സകല ജീവജാലങ്ങളും ജനിച്ചിരിക്കുന്നത് ഭൂമിയിൽ നിന്നാണ്. ഭൂമിയിൽ നിന്നും ജലത്തിൽ നിന്നാണ് സകല ജീവജാലങ്ങളും ജനിച്ചിരിക്കുന്നത്. അതുപോലെ ഈവൻ സൂര്യനും ചന്ദ്രൻ നക്ഷത്രങ്ങളും അതിൽ നിന്ന് ജനിച്ചെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പാടാണ്, പക്ഷെ അതാണ് സത്യം. ജലത്തിൽ നിന്നല്ലാതെ വേറൊരു ജന്മവും നടക്കത്തില്ല. ജലത്തിൽ നിന്ന് ഒരു കണിക, ഒരു ആറ്റം, സൂര്യന്റെ ഒരു ആറ്റം, ചന്ദ്രന്റെ ഒരു ആറ്റം, അല്ലെങ്കിൽ നക്ഷത്രങ്ങളുടെ ആറ്റം, ഇതെല്ലാം വേർപെട്ട് പോവുകയാണ്. പോയിട്ട് അത് അവിടെ നിന്ന് സ്വയം ഈശ്വരന്റെ ശക്തി കൊണ്ട്, അല്ലെങ്കിൽ പരമാത്മാവിന്റെ ശക്തി കൊണ്ട് അത് ഇവിടെ നിന്ന് വളർന്നാണ് ആ രൂപം പ്രാപിക്കുന്നത്. അതിനെടുക്കുന്ന ഇതെല്ലാം മൊത്തം സംഭവിക്കാൻ എടുക്കുന്ന 432 കോടി വർഷം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അതായത് പ്രപഞ്ചം ജനിക്കാൻ 432 കോടി വർഷം, ഇതേപോലെ തന്നെ പ്രപഞ്ചം മരിക്കാൻ 432 കോടി വർഷം വേണം. ഇനി നമുക്കറിയാം, ഈ പഞ്ചഭൂതങ്ങൾ ജനിച്ചു, ഭൂമി ഉണ്ടായി, ഭൂമിയിലെ ജലത്തിൽ നിന്ന് ഏകകോശ ജീവികൾ ജനിക്കുന്നു, ബഹുകോശ ജീവികൾ ജനിക്കുന്നു, കടലിലും അല്ലെ കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവികൾ ജനിക്കുന്നു, പിന്നെ അതിലും വലിയ ജീവികൾ, അതിലും വലുത്, അങ്ങനെ പരിണാമ സിദ്ധാന്തത്തിൽ കൂടെ കുരങ്ങ് വരെ എത്തി നിൽക്കും. അതിനുശേഷം ആൾക്കുരങ്ങ്, ഈ കുരങ്ങിൽ നിന്നാണ് മനുഷ്യൻ പരിണമിച്ചുണ്ടായിരിക്കുന്നത്. ഇതിപ്പം മനുഷ്യന്റെ പരിണാമത്തിന്റെ അവസാനത്തെ സ്റ്റേജിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്, കലിയുഗത്തിന്റെ അവസാനം നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ മനുഷ്യൻ പരിണമിച്ചാൽ ദൈവമാകാമെന്നേ ഉള്ളൂ. നമ്മൾ അങ്ങനെ മനുഷ്യനിൽ നിന്ന് ദൈവത്തിലേക്ക് പരിണമിച്ച് നമ്മൾ വീണ്ടും ദൈവത്തിലേക്ക് ചെന്ന് ചേരുകയാണ്. ആ പ്രോസസ്സാണ് ഇനി നടക്കാൻ പോകുന്നത്. അതിന് വലിയ കാലതാമസമില്ല. അപ്പം ഈ പ്രപഞ്ചം ആദ്യം മുതൽ അവസാനം വരെ, അതായത് ജനനം തൊട്ട് മരണം വരെ പ്രപഞ്ചത്തിന് എടുക്കുന്നത്, അല്ലെ മൊത്തം ജനിക്കാൻ ആദ്യം 432 കോടി വർഷം, പിന്നീട് മരിക്കാനും 432 കോടി വർഷം, അങ്ങനെ മൊത്തം 864 കോടി വർഷം കൊണ്ടാണ് പ്രപഞ്ചം ഒരു പ്രാവശ്യം ജനിച്ചു മരിക്കുന്നത്. ഇങ്ങനെ ഈ പ്രപഞ്ചം എത്ര പ്രാവശ്യം ജനിച്ചു, എത്ര പ്രാവശ്യം മരിച്ചു, ഇതിനൊന്നും ഒരു കണക്കില്ല. ഇതൊക്കെ അതിന് ആദ്യവുമില്ല, അന്തവുമില്ല, മധ്യവുമില്ല. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ജനിച്ചും മരിച്ചിരിക്കുന്നു. പ്രപഞ്ചം ജനിക്കുന്നു, ജീവജാലങ്ങൾ ജനിക്കുന്നു, ജീവജാലങ്ങൾ മരിക്കുന്നു, വീണ്ടും പ്രപഞ്ചത്തിൽ ചേരുന്നു, വീണ്ടും പ്രപഞ്ചത്തിൽ നിന്ന് വീണ്ടും ജനിക്കുന്നു. ഇതിങ്ങനെ ഒരു സർക്കിളായിട്ട് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതിന് ഒരു ആദ്യം മധ്യവും അന്തവുമില്ല. ഇതെല്ലാം നടക്കുന്നത്, ഇതിൻ്റെ എല്ലാം അധ്യക്ഷതയിൽ നടത്തുന്ന ഭഗവാൻ നാരായണൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന പ്രപഞ്ചം ജനിക്കുന്ന 2 ഊർജ്ജത്തിൽ നിന്നാണ്, ശ്വേതോർജ്ജത്തിൽ നിന്നും ശാമോർജ്ജത്തിൽ നിന്നും. ഒന്ന് പിതാവിന്റെ സ്ഥാനം, ഒന്ന് മാതാവിന്റെ സ്ഥാനം. ഇത് രണ്ടും ഇല്ലാതെ ഒരു ജന്മവും നടക്കുകയില്ല. പിതാവിന്റെ സ്ഥാനത്തിരിക്കുന്ന ഊർജ്ജത്തെ ബ്ലാക്ക് എനർജി അഥവാ ശാമോർജ്ജം എന്നും, മാതാവിന്റെ സ്ഥാനത്തിരിക്കുന്ന ഊർജ്ജത്തെ വൈറ്റ് എനർജി അഥവാ ശ്വേതോർജ്ജം എന്ന് പറയുന്നു. ഇത് രണ്ടും കൂടെ ചേർന്ന് ഒന്നായിരിക്കുന്ന ഒരു ഒറ്റ വലിയ മുട്ടയാണ് ഈശ്വരൻ അഥവാ ബ്രഹ്മം. ഈ ബ്രഹ്മത്തിൽ നിന്നാണ് സകല ചരാചരങ്ങളും ജനിക്കുന്നത്. സകല ചരാചരങ്ങൾ ഈ ബ്രഹ്മത്തിന്റെ ഉള്ളിൽ, അല്ലെ ഈ മുട്ടയുടെ ഉള്ളിൽ, ബ്രഹ്മാണ്ടത്തിനുള്ളിൽ കോശങ്ങളായും ആറ്റങ്ങളായും തന്മാത്രകളായും ജീവകണങ്ങളായുമാണ് ഇതിനുള്ളിലിരിക്കുന്നത്. ഇതിന് നാശമില്ല, ഇതിനെ നശിപ്പിക്കാൻ പറ്റില്ല. കാരണം ഊർജ്ജമാണ്. ഊർജ്ജത്തെ നമുക്ക് നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല.
അപ്പം പ്രപഞ്ചം ജനിക്കാൻ 432 കോടി വർഷം, പ്രപഞ്ചം മരിക്കാൻ 432 കോടി വർഷം. ഇനി പ്രപഞ്ചം എങ്ങനെയാണ് മരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് നോക്കാം. അതായത് നമുക്കറിയാം, നമ്മളാണ് പരിണാമ സിദ്ധാന്തത്തിൽ ആ ശൃംഖലയിൽ അവസാനം വന്ന മനുഷ്യരാണ്. ഇപ്പൊ ഈ കലിയുഗത്തിന്റെ അവസാനം ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾ, മഹായുദ്ധങ്ങളൊക്കെ വന്നിട്ട് ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരും പോവും. ഒരു 10-20 വർഷത്തിനുള്ളിൽ ഈ ഭൂമിയിലെ സകല മനുഷ്യരും ഇല്ലാതാകും. അപ്പോൾ നമ്മുടെ ശരീരം ഇവിടെ ഉപേക്ഷിക്കുക, നമ്മുടെ ഉള്ളിലെ ആ ജീവഗണം, ആ ജീവോർജ്ജം നമ്മളിന്ന് വേർപെട്ട് ബ്രഹ്മത്തിലേക്ക് പോവുകയാണ്, ഈശ്വരനിലേക്ക് പോവുകയാണ്. അതിനുശേഷം മനുഷ്യൻ പോയി കഴിഞ്ഞാൽ മനുഷ്യന്റെ പുറകെ വന്ന കുരങ്ങുകളെ, മറ്റു ജീവജാലം, മറ്റ് ജീവികളെ, ജന്തുക്കളെ, ഇവയെല്ലാം ഇല്ലാതായി പിന്നീട് എന്താ പറയുന്ന ചെടികൾ, അതായത് വൃക്ഷങ്ങൾ, സസ്യലതാദികൾ എല്ലാം ഇല്ലാതായി ഭൂമിയിൽ ബ്രഹ്മപ്രളയം വന്നിട്ട് വെള്ളം മാത്രമേ ഭൂമിയിൽ ഉണ്ടാവുള്ളൂ. ഭൂമി മുഴുവൻ വെള്ളത്താൽ നിറയും. അതിനുശേഷം ഈ വെള്ളം പതുക്കെ സൂര്യന്റെ ചൂട് കൂടിയിട്ട് ഇത് നീരാവിയായി മാറി വെള്ളം അപ്രത്യക്ഷമാകും. അത് കഴിഞ്ഞ് ഭൂമി മാത്രം ഒരു തരിശു ഭൂമിയായിട്ട് കിടക്കും. അത് ഉരുകാൻ തുടങ്ങും. ഉരുകിയിട്ട് അത് ദ്രാവകാവസ്ഥയിൽ ലാവയായി മാറും. വീണ്ടും അത് ചൂട് കൂടിയിട്ട് അത് ഗ്യാഷ്യസ് സ്റ്റേറ്റിലോട്ട് പോകും. അപ്പം തന്നെ പ്രപഞ്ചത്തിലേക്ക് ചൂട് കൂടും. അതാണ് ബിഗ് ബാങ്ങിൽ പറഞ്ഞത്, ഹോട്ട് ഗ്യാസസ് ആണ് പ്രപഞ്ചത്തിലിരിക്കുന്നത്, അതായത് സൃഷ്ടിക്ക് മുന്നിൽ. അത് ബിഗ് ബാങ് തിയറി, ഈ തിയറിയും ഒന്ന് തന്നെയാണ്. അതിനുശേഷം ഭൂമിയുടെ നാശം കഴിഞ്ഞു. ഭൂമിയും വേപ്പറായിട്ട്, അതായത് വാതകാവസ്ഥയിലേക്ക് മാറി. പിന്നെ അത് കഴിഞ്ഞിട്ട് സൂര്യചന്ദ്രന്മാരും അതുപോലെ മറ്റ് ഗ്രഹങ്ങളും ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ട് ഇതെല്ലാം വാതകാവസ്ഥയിലാക്കി ലയിച്ച് ബ്രഹ്മാണ്ടത്തിൽ ചേരുകയാണ്. പിന്നെ ഇതൊരൊറ്റ അണ്ടമായിട്ട് കിടക്കുന്ന ഒരൊറ്റ ബ്രഹ്മാണ്ടം. പക്ഷെ അതിനുള്ളിൽ ഈ പ്രപഞ്ചം ജനിക്കാൻ ആവശ്യമായ സകലതുണ്ട്. സകല ജീവജാലങ്ങളും സകല ജീവനില്ലാത്തവയും എല്ലാം ഇതിനുള്ളിൽ കിടക്കുകയാണ്. അപ്പൊ ഇതിനുള്ളിൽ 2 ഊർജ്ജമുണ്ട്. അതാണ് പുരുഷനും പ്രകൃതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പുരുഷനും സ്ത്രീയും ശ്വേത ഊർജവും ശ്യാമ ഊർജവും. അത് തന്നെയാണ് കൃഷ്ണ ഊർജവും രാധ ഊർജവും. നമുക്ക് എങ്ങനെ ഏത് പേര് വേണമെങ്കിലും കൊടുക്കാം. അതുപോലെ ഈ ബ്രഹ്മാണ്ടത്തിന് നമുക്കറിയാം, കോഴിമുട്ടയിൽ മഞ്ഞയും വെള്ളയും നിറത്തിലാണ് എനർജി ഇരിക്കുന്നത്. ഈ മഞ്ഞ നിറത്തിലാണ് ജീവൻ ഇരിക്കുന്നത്. മഞ്ഞയ്ക്കുള്ളിലാണ് ജീവൻ ഇരിക്കുന്നത്. ബ്രഹ്മാണ്ടത്തിൽ മഞ്ഞയ്ക്കുള്ളിലാണ് ജീവൻ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഭഗവാന്മാരെയൊക്കെ നമ്മൾ മഞ്ഞപ്പെട്ട് പുതച്ചവരായിട്ട് കാണുന്നത്. അതായത് മഞ്ഞപ്പെട്ട് കൊടുത്തവരായിട്ട്, ശ്രീകൃഷ്ണനായാലും പീതാംബരധാരി എന്ന് പറയുന്ന ശ്രീകൃഷ്ണനെ, ശ്രീരാമനെ, പിന്നെ വിഷ്ണു ഭഗവാനെ ഒക്കെ മഞ്ഞപ്പെട്ട് കൊടുത്തതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ ഋഷീശ്വരന്മാർ വളരെ ഒരു അർത്ഥമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ ഒരു ബ്രഹ്മാണ്ടത്തിലെ മഞ്ഞയിൽ എന്താ പറയുക, അനന്തശായിയായി കിടക്കുന്ന ഊർജ്ജരൂപിയായ ഭഗവാനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, മഞ്ഞ കളർ കൊണ്ട്. അപ്പം നാരായണനാണ് ജീവനായിട്ടിരിക്കുന്നത്. പരാശക്തി, അതായത് വൈറ്റ് എനർജിയാണ് ശരീരമായിരിക്കുന്നത്. അപ്പൊ ജീവനും ശരീരവും ഇത് രണ്ടും ചേർന്നെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ബ്ലാക്ക് എനർജിയും വൈറ്റ് എനർജിയും മാതാവും പിതാവും ചേർന്നെങ്കിൽ മാത്രമേ ഒരു സൃഷ്ടി പൂർണ്ണമാവുകയുള്ളൂ. ഇതിൽ നമ്മൾ ഒന്ന് മാത്രം മനസ്സിലാക്കുക, ബ്രഹ്മാണ്ടത്തിന്റെ ആദ്യ അവസ്ഥയിൽ 2 എനർജി ആയിട്ടാണ് ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങൾ ഇരിക്കുന്നത്. ശ്യാമോർജവും ശ്വേതോർജവുമായിട്ട്, പ്രകൃതിയും പുരുഷനുമായിട്ട്, ജീവനും ശരീരവുമായിട്ട്. ഇതിൽ നിന്നാണ് സകല ചരാചരങ്ങളും ജനിക്കുന്നതും വീണ്ടും സകല ചരാചരങ്ങളും നശിച്ചില്ലാതായി അതിൻ്റെ ജീവൻ മാത്രമായ ഊർജ്ജകണങ്ങളായിട്ട് അത് വീണ്ടും പ്രപഞ്ചത്തിൽ ചേരുന്നു. പ്രപഞ്ചം ഒരു ബ്രഹ്മാണ്ടമായി മാറുന്നു. ഇതിന് ആദിയും മധ്യവും അന്തവും ഇല്ല. ഈ പ്രോസസ്സ് തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ജനിച്ചും മരിച്ചും കൊണ്ടേയിരിക്കും. ഇത് തന്നെയാണ് ഇന്നലെ പറഞ്ഞ പുനരഭിജനനം, പുനരഭിമരണം, പുനരഭിജനനി ജഡരേ ശയനം. ഇത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് വിശ്വഗുരു വിഷ്ണു ഭഗവാൻ, ജയ് വിശ്വമാതാ വസുന്ധരാദേവി.